കോളേജിലെ സ്റ്റുഡന്റ് മരിച്ചു. പബ്ലിക് അപ്പോളജി അല്ലെങ്കിൽ പബ്ലിക് കോളേജുകാർ അതിനൊരു എന്താ പറയാ, ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതിലായിട്ട് കോളേജിന്റെ ഈ ഫോൾട്ട് കൊണ്ടാണ് മരിച്ചതെന്ന്. ചർച്ചയിലെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ആ ഇയർ ബാക്ക് സ്കീം അത് മാറ്റും, സേ എക്സാമിന് പൈസ കുറയ്ക്കും, അതൊക്കെയാണ് നമ്മളിവിടെ നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു മനുഷ്യൻ മരിച്ചു, ഒരു സ്റ്റുഡന്റ് മരിച്ചു, ഈ കോളേജിലെ സ്റ്റുഡന്റ് മരിച്ചു. പബ്ലിക് അപ്പോളജി അല്ലെങ്കിൽ പബ്ലിക് കോളേജുകാർ അതിനൊരു എന്താ പറയാ, ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതിലായിട്ട് കോളേജിന്റെ ഈ ഫോൾട്ട് കൊണ്ടാണ് മരിച്ചതെന്ന്. അത് എന്തേ ജസ്റ്റ് ഇപ്പൊ നേരത്തെ ആണെങ്കിലും അപ്പൊ അവിടെ മുകളിൽ മീറ്റിംഗ് കൂടിയിട്ടാണെങ്കിലും ഈ സംഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സ്റ്റുഡന്റ് മരിച്ചതിനെ പറ്റി ഇതിലായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലാന്നേ. ഒരു പ്രിൻസിപ്പൾ ആണെങ്കിലും HOD ആണെങ്കിലും ജസ്റ്റ് ഒരു എന്താ പറയാ, നമുക്ക് ഇത് പറയണ്ടേ, നമ്മൾ ഒരു ആദരാഞ്ജലി ആണെങ്കിലും പറയണ്ടേ, ഒരു പ്രേ ആണെങ്കിലും പറയണ്ടേ. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിൽ നിന്നിപ്പോൾ രാവിലെ നടന്ന ചർച്ചയിൽ ആ ചർച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ മുഖം കൊടുക്കാതെയാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റിന്റെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എന്താണ് ഈ തീരുമാനം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുത്തതെന്ന് അറിയിക്കാനുള്ള ഒരു ബാധ്യത പോലും ബന്ധപ്പെട്ട അധികാരികൾ കാണിച്ചില്ല. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് പ്രിൻസിപ്പൽ വന്ന് അത് പറയുന്ന വളരെ ചുരുക്കം വാക്കുകളിൽ പറയുന്ന സാഹചര്യമെങ്കിലും ഉണ്ടായത്. പക്ഷെ ഇവിടുത്തെ കാതലായ വിഷയം, ഒരു കുട്ടിക്ക് മരണപ്പെട്ട മിർസി മർപ്പു എന്ന് പറയുന്ന കുട്ടിക്ക് 1.5 വർഷമായിട്ട് ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. 1.5 മാസമായിട്ട് ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. 1.5 മാസം മുമ്പ് ഉള്ള ലിസ്റ്റിൽ ആ കുട്ടിയുടെ പേരുണ്ട്. 1.5 മാസത്തിന് ശേഷം പുതിയ ലിസ്റ്റ് വിടുമ്പോൾ 34-ാം നമ്പർ റോളുകാരനായിട്ടുള്ള മിർസി മർപ്പുവിന്റെ പേരില്ല. ആ കുട്ടി അരുണാചൽ പ്രദേശുകാരനാണ്. വളരെ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വലിയ പ്രയാസം നിൽക്കുന്ന സമയം. ആ നിലയിൽ ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്.